തന്നെ ഉണ്ടല്ലോ ചില ആൾക്കാർ എനിക്ക് വാട്സപ്പ് ചെയ്യേണ്ടത് കറക്റ്റ് ആണെന്ന് വെച്ചിട്ട് അതിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൽ നമ്മളിപ്പോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ അതിൽ നമുക്ക് വിസ ഇതൊന്നും കിട്ടൂല. കിട്ടും, ബിസിനസ് വിസ കിട്ടും. ബിസിനസ് വിസ കിട്ടുള്ളൂ. ബിസിനസ് വിസ പറഞ്ഞാല് അവിടെ വർക്ക് ചെയ്യാനുള്ള ഇതാ. നിങ്ങൾക്ക് അവിടെ തന്നെ ഫാമിലീനെ കൊണ്ടുവരാന് പിന്നെ ഇതിന്റെ അത്ര ഒരു ബുദ്ധിമുട്ടേ ഇല്ല. അവിടെ പറഞ്ഞാൽ അവർ വേണം എന്നുള്ളതാണ് അവരുടെ നിലപാട്. അല്ലാതെ ഗൾഫിനെ പോലെ ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ല ഫാമിലിനെ കൊണ്ടുവരാൻ. ഇവിടെ ആണ് ഫാമിലിനെ കൊണ്ടുവരാൻ ഇത്ര എമൗണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇപ്പൊ ഇത് കുറച്ചിട്ടുണ്ടാവും. എത്ര 15,000 എന്റെ ഇത് കുറയ്ക്കാന്ന് പറഞ്ഞാല് ടൈം എടുക്കണല്ലേ കോൺട്രാക്ട്. ഇപ്പം വേണ്ടല്ലേ ഇങ്ങനെ മാസം ചെയ്ത് പോവാ. പ്രശ്നമില്ല, നോക്കാമെന്ന് ചെയ്യാം. ഞാൻ ഇവിടെ ഉള്ള സമയത്ത് മാത്രമല്ലേ നടക്കുള്ളൂ. അതിന്റെ കോൺട്രാക്ട് റിന്യൂ ഇട്ട് പൈസ പോയി, റിന്യൂ ആയില്ല. കേട്ടോ, ഇനി റീഫണ്ട് വരണം. അപ്പൊ 3 വർഷത്തിനല്ലേ കൊടുത്തത്? 3 വർഷത്തിനെ കൊടുത്തിന്. പക്ഷെ ഫണ്ട് പോയി. 3 വർഷത്തിന് കൊടുത്തത്. 3 വർഷത്തിന് എത്ര എടുത്തത് അവര് 2,820. 3 വർഷത്തിനാകുമ്പോ കുറച്ച് പൈസ കുറവാ. ഇനിയിപ്പോ നമുക്ക് വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ അതിൻ്റെ അത് സബ്മിറ്റ് ചെയ്യാം. ഞാൻ എമൗണ്ട് അപ്പം അയച്ചുതരട്ടെ. ഇനിയിപ്പോ വീണ്ടും ചെയ്യാൻ ഫണ്ട് പോയി. ഇനി ഫണ്ട് റീഫണ്ട് കയറുന്ന പറയുന്ന പോലെ. നെറ്റാണോ? നെറ്റുണ്ടെങ്കിൽ ചെയ്യണോന്നുള്ള വിഷയം അങ്ങനെ ഉണ്ടാവും. എന്താ അറിയില്ല, ചില സമയത്ത് അങ്ങനെ ആവലുണ്ട്. ഇപ്പൊ രാവിലെ കൊടുത്തോക്കല്ലേ കിട്ടും. എനിക്ക് ആ എമൗണ്ട് അർജന്റുള്ളതാണെങ്കിൽ ഞാൻ കൂട്ടി അയക്കാം. പിന്നെ കിട്ടുമ്പോൾ തിരിച്ചയച്ചെന്നാൽ മതി. എന്താ ചെയ്യണ്ടേ? ഉണ്ടെങ്കിൽ അയച്ചിപ്പോ, കൂട്ടി അയച്ചിപ്പോ. അങ്ങനെ നാളെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോ നാളെ തന്നെ കയറും. നാളെ തന്നെ ചിലപ്പോ പൈസ വെച്ചിട്ട് കയറുമോ? അപ്പൊ ഓരോന്ന് റീഫണ്ട് ചെയ്ത് തരുന്നോ? എങ്ങനെ? അത് റീഫണ്ട് ചെയ്യും. പാസ്വേഡ് എന്താ ആശിക്കുന്നല്ലേ? പാസ്വേഡ് ഓർമ്മ? പാസ്വേഡ് one two three four at 1234. ഐഡിയിൽ 3000 ഇട്ടളാ. നാളെ ഐഡി എടുക്കാൻ നോക്കുക ചെയ്യാം. ഐഡി എടുക്കാൻ നോക്കണം. എപ്പോഴാണ് നാട്ടിൽ പോകാൻ ഉദ്ദേശിക്കണേ? ടിക്കറ്റ് എങ്ങനെ പോകാല? ഇതിൽ ചെറിയ പൈസ ഉള്ളൂ. ഡയറക്റ്റ് 50 രൂപയൊക്കെ ഉള്ളൂ. 10 രൂപേനുള്ളിലൊക്കെ ഉള്ളൂ. വൺ സൈഡ് ഇങ്ങോട്ടേക്ക് കൂടും. രണ്ടും നോക്കണ്ടേ? കാരണം ഞാൻ തിരിച്ചു കയറുന്നത് ഇവിടുന്നാണ്. അതെ, അതാണ് ഇങ്ങോട്ടേക്ക് ലാസ്റ്റ് ഒക്കെ കുറവാന്ന് തോന്നുന്നു. കുറവാ. പോകുന്നതിന്റെ മുമ്പ് എത്തിയാൽ മതി. മാർച്ച് ഞങ്ങൾക്ക് എപ്പോഴാണ് ഫ്ലൈറ്റ്? 1-ന്. അപ്പൊ 30 എത്തിയാതല്ലോ. അപ്പം കുറവാ. ചെക്ക് ചെയ്ത് നോക്കിയാൽ
എൻ്റെ ഫണ്ട് ഉണ്ടെങ്കിൽ മറ്റോ കൂട്ടിയിട്ടാണ് അങ്ങോട്ട് ഞാൻ മറ്റേ ക്രെഡിറ്റ് കാർഡൊക്കെ കയറുക. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നാളെ തന്നെ കയറാണെങ്കിൽ പ്രശ്നമില്ല. അപ്പൊ എപ്പോ കയറി അവിടുന്ന്? ഞായറാഴ്ച 8:30 കയറിയതാണ്. ഞായറാഴ്ച 8:30 ചൊവ്വാഴ്ച അല്ലേ? അല്ല, വേറൊരു കാര്യമുണ്ട്. ടൈം സോൺ നമ്മള് കറക്റ്റ് ഞാൻ വേണേ പറഞ്ഞുതരാം. എത്ര മണിക്കൂറായി? നോക്കട്ടെ. എന്താ പറഞ്ഞേ? ഞാനേ അയൽക്കാലത്തിലാ താമസം. ഞാനും വേറെ ഒരുത്തനുമാണ്. അതാ പിന്നെ ഫോണിൽ വിളിക്കുമ്പോ ഒന്ന് ഉറങ്ങുമ്പോ ഡിസ്റ്റർബാകട്ടെ വെച്ചിട്ടാ. അപ്പൊ പിന്നെ ശരിയാനവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നെറ്റൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതല്ലേ അവിടെ ഒരു 1 BHK കാലിയായി കിടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനൊക്കെയാണ് 19 കാനഡ ലൈഫിലെ. 17 ഇപ്പൊ എത്ര ടിക്കറ്റ് എക്സ്പെൻസ് എത്ര വരുന്നുണ്ട് അവിടെ നിന്ന് ഒന്ന് പോകാൻ? ടിക്കറ്റ് ഞാൻ അക്ബറിന്ന് ബുക്ക് ചെയ്ത് 68 അങ്ങനെ എത്ര 68 രൂപ ഒന്ന് പോകാൻ. ഞാൻ ചിന്തിക്കൂല ചില സമയത്ത്. ചിന്തിച്ചാൽ നമുക്ക് കുറെ ടെൻഷൻ വരില്ല. അതുകൊണ്ട് പിന്നെ ചിന്തിക്കണ്ടല്ലോ അതൊന്നും. 68 രൂപ. 18. അഫ്രപ്പോ അവിടെ ഒറ്റക്കാ? അവിടെ അവളെ കൂടെ ഒരു മലയാളി കുട്ടി തന്നെ ഉണ്ട്. ഇവിടെ അവളെ കൂടെ നിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ചാണ് നിൽക്കുന്നത്? അവള് പിന്നെ ഓക്കെ അല്ല, അവള് വേറെ പ്രൊവിൻസ് ആണ്. 4 മാസത്തേക്ക് ഒരു ജോലി കിട്ടിയാണ്. നല്ല ജോലിയാണ്. പിന്നെ ഏകദേശം 200 വർഷം പഴക്കമുള്ള ഒരു കമ്പനിയാണ് ഈ കമ്പനി. പിന്നെ ലാബ് റിലേറ്റഡ് ആണ്. അപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് പഠിക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രൊവിൻസിലാണ് 4 മാസത്തേക്ക്. ഏപ്രിൽ ഒരു വിന്റർ ബ്രേക്ക് ആണ്. 4 മാസം ഉണ്ടാവും. പിന്നെ ചെറിയ എന്തെങ്കിലും ജോലിയൊക്കെ ആണെങ്കിൽ വിടൂലായിരുന്നു. പക്ഷെ അത് ഒരു കോർപ്പറേറ്റ് ലെവല് കുറേ ആൾക്കാരുള്ള കമ്പനിയൊക്കെ ആകുമ്പോൾ പിന്നെ നല്ലതല്ലേ. ഞാൻ അവിടെ കയറിയത് സൺഡേ ഇവിടുത്തെ ടൈം കേട്ടോ. അല്ല, തിങ്കളാഴ്ച 4:30 കയറിയതാണ്. മോർണിംഗോ? ഏർലി മോർണിംഗ്. അപ്പോൾ 24 hours 2 3 മണിക്കൂർ വ്യത്യാസം.